ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഒറ്റ തിരിഞ്ഞിട്ട് വീഡിയോയ്ക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിലുള്ളപ്പം പിള്ളേർ കൂടുതൽ സമയം എൻ്റെ കൂട്ടത്തിൽ, പിന്നെ ഇച്ചായൻ വന്നു കഴിയുമ്പം ഇച്ചായൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഷെയർ ചെയ്തിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോഴേക്കും ഇച്ചായൻ മാത്രമായിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവർക്ക് ആശ്രയിക്കാൻ ഇച്ചായൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പം അവർ തമ്മിലുള്ള ഒരു ബോണ്ടും അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ട്രിപ്പിൽ എനിക്ക് മാത്രമല്ല സന്തോഷം കിട്ടുന്നത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ചേഞ്ച്. അപ്പം അവർ തമ്മിലുള്ള ഒരു ഇതിലും അതും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇന്ന് ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. 12 യൂറോ ഉള്ളൂ എന്നാണ് കേട്ടത്. ബുഫയാണ്. പക്ഷേ ഡിന്നർ ഫ്ലോപ്പായിരുന്നു. 20 യൂറോ ആയി ബർഗറിനും. ജസ്റ്റ് ആ ഒരു ടൊമാറ്റോയുടെ ഒരു സാലഡിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിന്. ഡിസേർട്ടിൻ്റെ സ്ഥലമാട്ടോ ഇത്. ഓൾമോസ്റ്റ് എല്ലാം തീർന്നു തുടങ്ങി തോന്നുന്നു. താങ്ക് യു. സോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴുണ്ട്. വാം ആയിട്ടുള്ള അത്രയാണ്. അപ്പം 12 യൂറോസാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. താങ്ക് യു. യെസ് താങ്ക്സ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സോ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുപിടിക്കണം. Excuse me, if someone sitting here, do you have someone sitting here? Thank you. Yeah, thank you. ചീസിൻ്റെ വെറൈറ്റികൾ അവിടെയുണ്ട്. ഇവിടെ സ്പ്രെഡ് സംഭവം, പിന്നെ ഹോട്ടായിട്ടുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. തന്നെ ആയതുകൊണ്ട് ഫസ്റ്റ് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ എല്ലാം എടുത്തു കേട്ടോ. ഫ്രൂട്ട്സ് എടുത്തു, കുറച്ച് വെജീസ് എടുത്തു, പിന്നെ ഒരു സാൻഡ്വിച്ചിനുള്ള എടുത്തു, പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഇഷ്ടമായതുകൊണ്ട് അതും എടുത്തു. ഇതാണ് ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ്. കഫേയും ഡിസേർട്ടും ഇത് കഴിഞ്ഞിട്ട്. കോഫിയും ഡിസേർട്ടും ഇത് കഴിഞ്ഞിട്ട്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എല്ലാം ബുഫേ തീരണ ടൈമായി. അപ്പം ഞാൻ വിചാരിച്ച് കോഫിയോടെ കൊണ്ടുവച്ചേക്കാമെന്ന്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. റൂമിൽ പോയി ചാർജർ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഭയങ്കര ശരിക്കും പറഞ്ഞു. ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കുക, കറങ്ങുക, വരിക, കുളിക്കുക, കയറി കിടന്നുറങ്ങുക. അടിപൊളി. അപ്പം നമ്മൾ പോകാൻ തുടങ്ങും കേട്ടോ. പിന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ കുഞ്ഞു ടവലുണ്ടല്ലോ, ഫേസ് ടവൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് റാപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യം വരുമ്പം യൂസ് ചെയ്യാമല്ലോ. സെയിം നമ്മൾ ഇന്നലെ പോയ അതേ വഴികളിലൂടെ തന്നെയാണ് പോകുന്നത്. കാരണം എങ്ങോട്ടുള്ള ബസ് കിട്ടണമെങ്കിലും സാൻഡൽമോ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തണം. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ളത് സാന്റാ കട്ടലീന എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കണം അങ്ങോട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ബസ് കയറിയിട്ട് സാന്റാ കട്ടലീനയിൽ ചെന്നിട്ട് അവിടുന്ന് സാൻഡൽമോയ്ക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ടെറർ ബസ് പിടിക്കണം. അപ്പം ഇപ്പോൾ 2 ദിവസം കൊണ്ട് അത്യാവശ്യം എല്ലാം തന്നെ വഴികൾ നമ്മുടെ ലോക്കൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ടെൻഷനില്ല. വീട്ടിൽ വിളിച്ചപ്പോൾ എന്നെക്കാട്ടിലും എക്സൈറ്റ്മെൻറ്റ് അവർക്കാണ്. മമ്മ അത് ചെയ്തോ, മമ്മ ഇത് ചെയ്തോ, മമ്മ എവിടെ പോയി, കുഴപ്പമില്ല, ബേബി ഓക്കെയാണ്. ഭയങ്കര ഹാപ്പിയായിട്ട്. ഇനിയിപ്പം നമുക്ക് സങ്കടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. അതായത് കറക്റ്റ് അവൻ ആ പാൽ കൊടുക്കേണ്ട സമയമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും. ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അവൻ 1 ഇയർ ആവുകയാണ്. മാക്സിമം അവൻ എന്തോരം കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും കൊടുക്കാൻ തന്നെയാണ്. അവരുടെ ചക്കീരെയും മാളുവിൻ്റെയും ജോണിക്കുട്ടിയുടെ ഒക്കെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത ജോണിക്കുട്ടി മാത്രം ചക്കിയുടെ കഴിഞ്ഞ് ജോണിക്കുട്ടി പെട്ടെന്ന് വിശേഷമായപ്പം ചക്കിയുടെ സ്റ്റോപ്പ് ചെയ്തു. ഒരു 1.5 വയസ്സ് ആകാറായപ്പോഴേക്കും. അങ്ങനെ ബസ്സുകാരൻ ഇവിടെ ഇറക്കി വിട്ടു കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ അവിടെയാണ് ബസ് സ്റ്റോപ്പ്, ഇന്നലെ പോയ സെയിം സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി വെച്ച് പിടിച്ച് നടന്നു പോയിട്ട് വേണം നമുക്ക് നമ്മുടെ ടെറർ വില്ലേജിലെത്താനായിട്ട്. ഒരു ടെറർ ലുക്കായി വെച്ചിട്ട് ഇതൊക്കെ വെച്ച് കണ്ടപ്പോഴേ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ചെയ്തു. ഓ മമ്മ നല്ല രസമുണ്ടല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് അവർക്കാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമ്പോൾ.
എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ തന്നെ ഇവിടെ വന്നിട്ട് എന്നാ ചെയ്യാനായിരുന്നു. നമ്മളൊരു രാജ്യത്ത് നമുക്ക് അറിയില്ലാത്ത ഭാഷ അറിയില്ലാത്ത ഒരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ, എങ്ങനെ എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ അതായത് നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു അക്കോമഡേഷൻ നമുക്ക് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു നല്ലൊരു ശതമാനം ടാസ്കും കഴിഞ്ഞു. ബാക്കി നമുക്ക് സ്വസ്ഥമായിട്ട്, പിന്നെ നമ്മുടെ ChatGPT ഉണ്ടല്ലോ, ചോദിച്ചാൽ മതി, മണിയായിട്ട് നമുക്ക് ഐഡിയാസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടുന്ന് നല്ല രസമുണ്ട്. എന്തോ ക്രിസ്മസ് സംബന്ധിച്ചുള്ള പരിപാടികൾ പ്രിപ്പറേഷൻ നടക്കുന്ന അവിടെ. ഇനി എന്തോ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം നമ്മൾ ബസ്സിലോട്ട് കയറാൻ. ഇന്നലത്തെക്കാളുള്ള സ്പീഡിൽ ഇന്ന് കാര്യം റെഡി ആയിട്ടോ. പെട്ടെന്ന് ഓടി വന്നു, കണ്ടൊരു ബസ്സിലോട്ട് ചോദിച്ചു. അപ്പം അടുത്ത ബസ് സ്റ്റോപ്പ്, മെയിൻ ബസ് സ്റ്റോപ്പിലോട്ടേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഇന്നലെ വിചാരിച്ചത് ഇന്ന് വണ്ടി റെൻറ്റിന് എടുക്കാമെന്നൊക്കെ ഓർത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബസ്സുകാരുടെയൊക്കെ ഒരു ഡ്രൈവിംഗ് സ്കിൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന്. കാരണം തൊട്ട് മുട്ടിയില്ലാന്നുള്ള രീതിയിലൊക്കെയാണ് കാറ് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ടെൻഷനായിപ്പോയി, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വിചാരിച്ചു റിസ്ക് ഒന്നും എടുക്കണ്ട, നമുക്ക് ബസ്സിൽ തന്നെ ഇങ്ങനെ ഇരുന്ന്. പിന്നെ എനിക്ക് ബസ് യാത്ര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം, അത് മിസ്സായല്ലോ. എങ്ങനെ പോകുന്നതിന് ഓൾമോസ്റ്റ് ഒരു ½ എങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ. ഈ സമയത്ത് നല്ല വേറൊരു ഫാമിലീനെ കണ്ടു. ഞാൻ കുറച്ച് പറയാം കേട്ടോ, എന്താ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. നല്ല രസമായിരുന്നു. ഒത്തിരി അതായത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം അതിനെക്കുറിച്ചും പറയാം. പിന്നെ ഇന്നലത്തെ ഒരു കാര്യമുണ്ട്, അപ്പോൾ അതും പറയാതെ. അതെനിക്കൊരു ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഷെയർ ചെയ്യാൻ കുറച്ച് ബസ്സിലിരുന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ഭയങ്കര നമ്മുടെ മലയാളം അവർക്കറിയാം സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ട് നോക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ സാന്റൽമോയിൽ നിന്നാണ് കയറിയത്. നമുക്ക് ഈ വില്ലേജിലാണ് പോകേണ്ടത്. അവിടെ നിന്ന് ഇതാണ് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ പോകണമെന്ന് എനിക്ക് ഹൈക്ക് ചെയ്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ വില്ലേജിൽ ചെന്നാൽ ഇത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ. കാറുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ബസ്സിന് ഇങ്ങനെ സൈഡൊക്കെ കണ്ട് സീനറിയൊക്കെ കണ്ട് പയ്യെ ശാന്തമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. കാരണം എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരുന്നു. ഭയങ്കര ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ടൂറിസ്റ്റ് ആണോ, നിങ്ങൾ ഈ സ്ഥലത്ത് പോയോ എന്നൊക്കെ എല്ലാം പറഞ്ഞു തരുമോ. കാറ് കാണുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബസ്സിനും ചില ചാനൽ മഴ നനഞ്ഞാലും നമ്മുടെ നാട്ടിലെ പോലെയാണ്, വാമായിട്ടുള്ള മഴയാണ്. ഭയങ്കര അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു വില്ലേജ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ അവിടെയുള്ള ഷോപ്പുകളും സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇതുവരെ കണ്ട ഏരിയ പോലെയല്ല, നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നി ഇങ്ങോട്ടേക്ക് പോന്നു കഴിയുമ്പോൾ. അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ഗൾഫിലോടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ഗൾഫിലെ ഏതോ ഒരു സൈഡിൽ ചെന്ന് വെട്ട പോലെ നമുക്ക് തോന്നും. കൂടുതൽ ഒലിവ് മരങ്ങളാണ് കാണുന്നത്. പാം ട്രീസും ഒലിവ് മരങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ വാഴ. മല കയറിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഉണ്ടായി നിൽക്കുന്നത്. ഈ കള്ളിമുളിച്ചെടി കുറേ ഉണ്ട്, പല വെറൈറ്റിയിലുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വായിച്ചായിരുന്നു, അതായത് നമ്മൾ ടെറോട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ അത് കാണും. പക്ഷെ നമ്മൾ പറിച്ച് തിന്നാൻ അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ എന്തോ മുള്ളൊക്കെ കയറിയിട്ട് എന്തോ പണിയാവുമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എയിം പാസിൻ്റെ കയറ്റാന്നൊക്കെ പറയണം. കുഞ്ഞിൻ്റെ വെള്ളം കണ്ടാന്ന് തോന്നി പറയുന്ന വില്ലേജ് പോയി നോക്കാം. കറക്റ്റ് കണ്ടു കഴിയുമ്പോഴാണ് അത് വരുന്നത്. ഓൺ ചെയ്യുമ്പോഴേക്കും അത് തീരുകയും ചെയ്യും. പിന്നെ കറ്റാർവാഴയാണോ കൈതച്ചക്കയുടെയാണോ എന്തൊക്കെയോ സാധനങ്ങൾ സൈഡിലൂടെ കാണാം. ഇഷ്ടം പോലെയാണ് തകർത്തിട്ട് ഇങ്ങനെ വഴിയിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നത്. ചിലത് നമുക്ക് പലരുണ്ട്, ചിലതൊക്കെ പറിച്ചോട്ട് പോയിട്ടുണ്ട്. കുന്നും മലയും കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുവാണ്.
സാധനം കാര്യങ്ങൾ തെറിച്ച് റോട്ടിപ്പോയിരുന്നേനെ. നമ്മൾ ഹൈ റേഞ്ചിലൂടെയൊക്കെ കറക്റ്റ് പോയിട്ടുള്ള പോലത്തെ വഴിയാട്ടോ ഇപ്പം എത്തിയേക്കുന്നത്. നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ഫുള്ള് മലയും കുന്നും താഴേക്ക് വലിയ ക്ലിഫൊക്കെയാണ്. ഭയങ്കര ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ നല്ല സ്കിൽഡ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല അടിപൊളിയായിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേൻ്റെ അത്ര വരുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഏറ്റവും സ്മാർട്ട് ഡ്രൈവേഴ്സ് നമ്മുടെ നാട്ടിലെന്ന് പറയാൻ പറയാം. അയ്യോ കണ്ടോ, കറക്റ്റ് നമ്മുടെ ഹൈ റേഞ്ചിലൂടെയൊക്കെ പോകുന്ന പോലെ തന്നെ ഫീൽ ചെയ്തേ. അങ്ങനെ ടെറർ എത്തി. ഡെൻമാർക്കിൽ നിന്നുള്ള ഫാമിലി ആയിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ. ടെറർ വരെ ഉണ്ടായിരുന്നു. ഇവരുടെ കാര്യം പറഞ്ഞാൽ കുറച്ചധികം നേരം വർത്തമാനം പറഞ്ഞെന്ന് പറഞ്ഞാൽ. അപ്പം ഇവർ ഇതിന് മുമ്പ് 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു, എന്താ കാണണ്ടേ, എവിടെ പോകണ്ടേ എന്നൊക്കെ. അത് കഴിഞ്ഞ് അവരിവിടെ 2 ദിവസം സ്റ്റേ ചെയ്യും. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു. അവർ ലഞ്ച് കഴിക്കാനൊക്കെ എന്നെ കൊടുത്തി വിളിച്ചായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് വീഡിയോയിൽ ഇപ്പോൾ അവരെ കാണുന്നതിന് കുഴപ്പമില്ല എന്നുള്ള അവരിങ്ങോട്ട് നമ്മളോട് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിന് ടെറർ എന്ന് പറയണ ടെറോർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കേട്ടോ നമുക്ക് ഫീൽ ചെയ്തത്. എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളി, മാതാവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. സെപ്റ്റംബർ 7, 8 ഇവിടെ ആ പറഞ്ഞ സംഭവം നടക്കുന്നത്. അതായത് ഈ മുഴുവൻ ഐലൻഡിൽ നിന്നുള്ള വിശ്വാസികൾ നടന്നിങ്ങോട്ട് തീർത്ഥാടന യാത്രയ്ക്ക് വരുന്നതാണ് ഇവിടെ. അവരെന്ത് കാര്യം വിഷ് ചെയ്താണോ ഇവിടെ വരുന്നത് അത് അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങോട്ടേക്ക് തീർത്ഥാടനത്തിന് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതറിയാൻ പറ്റിയത്, ഇവിടെ വരാൻ പറ്റിയത് ഭാഗ്യമായിട്ട്. നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ നമ്മൾ ആ സ്റ്റേ ചെയ്യുന്നിടത്ത് ഒരാൾ പറഞ്ഞാണ് നമ്മളിത് അറിയുന്നത്. പിന്നെ ഒരു ഭയങ്കര നല്ല ചുറ്റും മലകളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നല്ല ചെറിയൊരു കൂളിംഗ് എഫക്റ്റാണ്. പക്ഷെ നമുക്ക് അത് തണുപ്പായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിലും തണുപ്പുള്ളിടത്തുനിന്ന് വരുന്നതാണല്ലോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. പല റിലീജിയനിലുള്ളവർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നറിയാം. പക്ഷേ അതായത് മാതാവിനെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം നൂറ്റാണ്ടുകളായിട്ട് ഇവർ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസമുള്ളവർ വിഷ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടോ. വിശ്വാസമുള്ളവർ പ്രാർത്ഥിച്ചോട്ടോ. ഈ കാണുന്ന സംഭവമാണ് ലഞ്ചിന് കഴിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് വിശക്കുന്നില്ല. നമ്മളിപ്പം ബുഫേ കഴിഞ്ഞ് വന്നതേ ഉള്ളല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം പോകുന്നതിനിപ്പുറം വിശക്കുവാണെങ്കിൽ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഇത് രസമുള്ള കാര്യമാണെങ്കിലും എന്താണ് നമുക്ക് എന്തെങ്കിലും എന്നോട് ഞാൻ കണ്ടായിരുന്നു. എന്നോട് ഇച്ചായൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചു, സത്യം പറ ഒരു വിഷമവും ഇല്ലേന്ന്. നല്ല വിഷമമുണ്ട്. കാരണം മോം ഗിൽറ്റ് അടിക്കാത്ത ഒരമ്മമാരും ഉണ്ടാവില്ല മക്കളെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേ ഉറപ്പുള്ള കരങ്ങളിലാണ് അവരെ ഏൽപ്പിച്ചിട്ട് വന്നേക്കണേന്ന് നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ. അപ്പോൾ ആ ധൈര്യമാണ് എനിക്ക്. പിന്നെ ഒത്തിരി നാളില്ല, അങ്ങനെ ഒത്തിരി നാൾ കുഞ്ഞു പിള്ളേരെ വിട്ടിട്ട് ഒത്തിരി നാളത്തേക്ക് അങ്ങനെ മാറി നിൽക്കലൊന്നും ഈ ഇച്ചിരി ദിവസം പോലും എൻ്റെ ചിന്തയിലുണ്ടായിരുന്ന കാര്യമല്ല. പക്ഷേ ഇത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഒന്ന് ഹെയർ
കട്ട് ചെയ്യാൻ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പിള്ളേർ ഓടി വീട്ടിൽ ചെല്ലണം അങ്ങനെ ഒരു ചിന്ത. ഇതിപ്പം ഈ ഒരു 1 വീക്ക് കംപ്ലീറ്റ് നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി കിട്ടിയേക്കുവാണ്. 100% സേഫായിട്ടുള്ള കരങ്ങളിൽ പിള്ളേരെ ഏൽപ്പിച്ചേക്കണമെന്നുള്ളൊരു ധൈര്യമുണ്ട്. നമ്മളും സേഫായിട്ടുള്ളൊരു സ്ഥലത്താണെന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇങ്ങനെ മോം ഗിൽറ്റ് അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണ്. അത് അടിക്കാത്ത ആരും ഒരു അമ്മമാരും ഉണ്ടാവും തോന്നുന്നു. ഒന്ന് പെറ്റിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരു നിമിഷം പിരിയേണ്ട വരുമ്പോഴേക്കും അതെല്ലാം അമ്മമാർക്കും ഒരു പെയിൻ തന്നെയാണ്. പക്ഷേ ഇതിന് ഇതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയ കെയറിങ് കുറച്ച് നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലത്തെ കാര്യം എന്നാണെന്നറിയോ, അതായത് അറൂക്കാസിലെ പാർക്കിലൂടെ നടന്നപ്പം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും പെയിൻ വന്നു. അപ്പോൾ സാധാരണ എല്ലായിടത്തും നമ്മൾ എവിടെ ഒരു ടോയ്ലറ്റ് ഒരു വാഷ്റൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാമല്ലോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു പബ്ലിക് വാഷ്റൂം ഒന്നും കാണുന്നില്ല. റെസ്റ്റോറൻ്റ് ആണെങ്കിലും എല്ലാവരും സ്ട്രീറ്റിലിരുന്ന് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ വാഷ്റൂം എങ്ങും കാണുന്നില്ല. എനിക്കറിയത്തില്ല, ഈ പെയിൻ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാകത്തുമില്ല. ഭയങ്കര ഒരു രീതിയിലുള്ളൊരു പെയിനാണ്. അപ്പം ഞാൻ കറക്റ്റ് നടന്നു പോയപ്പോഴേക്കും ഒരു 2.5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മ കൊച്ചിനെ ഡേ കെയറിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കാറ്റ് കൊള്ളാനായിട്ട് അവിടെ ബെഞ്ചിലിരിക്കുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പം ഐ ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോട്ട് റിയലി, ആക്ച്വലി ഞാനൊരു വാഷ്റൂം തപ്പുവാണ്. പിന്നെ സിൻസ് അവരൊരു മദർ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് അത്ര കുഞ്ഞു കൊച്ചിൻ്റെ അമ്മ ആയതുകൊണ്ട് എനിക്ക് അവരോട് ചോദിക്കാനൊരു ചമ്മൽ തോന്നിയില്ല. നിനക്കറിയാമോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ചോദിച്ചപ്പം അവർ ചോദിച്ചു നിൻ്റെ കയ്യിൽ പമ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, സ്പാനിഷ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നേച്ചറിനോട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊന്നും ഇങ്ങനെ, അതായത് നമ്മൾ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരല്ല. എന്നിരുന്നത് പബ്ലിക്കിൽ വൃത്തികേട് ചെയ്യും അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന കേസ്, അതൊക്കെയെന്ന് പറയുന്നത് അത്രയും ഭയങ്കരമായിട്ട് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു എന്നോട്, നീ ഒരു കാര്യം ചെയ്ത് നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ പ്രാമുണ്ടല്ലോ അത് സൈഡിലോട്ട് വെച്ചു. അവരിങ്ങനെ സൈഡ് ചെരിഞ്ഞിരുന്നു. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് പമ്പ് ചെയ്യാനുള്ളൊരു സൗകര്യം അവർ അറേഞ്ച് ചെയ്തു. ഭയങ്കരമായിട്ടും ഞാൻ ഓർത്ത് എന്തെല്ലാം. അവർ ആക്ച്വലി ജർമ്മൻകാരിയാണ്. 2.5 മാസം ആയുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പം ഈ സോളോ ട്രിപ്പ് ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള ടൈം നമുക്കങ്ങനെ, അതല്ല നമ്മുടെ പർപ്പസ്. പക്ഷെ എന്നാലും കൂടുതലും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് നല്ല മനുഷ്യരെ കാണാനും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നല്ല ഭയങ്കര ഡിഫറെൻ്റ്, ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് മറ്റേ ആ പാറ കാണാൻ പറ്റുന്ന ഒരു വില്ലേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വില്ലേജിലോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല മൊത്തത്തിൽ ലാൻഡ്സ്കേപ്പൊക്കെ ടോട്ടലി ഡിഫറെൻ്റാണ്. ഓരോ ഏരിയയും ഭയങ്കര ഡിഫറെൻ്റായിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാസ്പോർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഒത്തിരി പഴം എടുത്തിട്ടുണ്ട്, വെള്ളമുണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ടും എമർജൻസി ആയിട്ടുള്ള സാധനം മാത്രം എടുത്തിട്ട് കൂളായിട്ട് നടന്നു പോവുകയാണ്. രാജ്യത്തിൻ്റെ നല്ലൊരു വരുമാനം ടൂറിസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവർ ഭയങ്കര ഒത്തിരി നന്നായിട്ടാണ് ടൂറിസ്റ്റുകളോട് ഇടപെടുന്നത്. ഭയങ്കര താങ്ക്സ്. ഒരു വണ്ടിയൊക്കെ നിർത്തി തന്നു. ശരിക്കും നന്നായിട്ടാട്ടോ ഇവർ ടൂറിസ്റ്റുകളോട് ഇടപെടുന്നത്. ലാംഗ്വേജ് അറിയില്ലെങ്കിൽ മാക്സിമം ഇവർ ഹെൽപ്പ് ചെയ്ത് തരുന്നു. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ കാര്യം നമുക്ക് മനസ്സിലായെന്ന് ഉറപ്പാക്കിയിട്ട് വിടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടൂറിസം ഇങ്ങനെ തന്നെയല്ലേ വേണ്ടത് അല്ലേ? നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വരാനായിട്ട് വിസിറ്റ് ചെയ്യാൻ വരാനായിട്ട് നമുക്കൊരു പേടി തോന്നാൻ പാടില്ല. നമ്മൾ ഫോണിൽ തന്നെ മാപ്പ് വയ്ക്കുന്നു, ഫോണിൽ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. പിന്നെ നല്ല നല്ല ക്ലിപ്പുകളൊക്കെ കിട്ടുന്നതും ഫോണിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പവർ ബാങ്ക് ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളാണ്. അതായത് റൂമിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ള കൊമൻസോ മെസ്സേജോ അതൊക്കെയെന്ന് പറയാൻ നമ്മൾ ഇച്ചിരി റൂമിൽ ചെന്നിട്ട് നോക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റാറില്ല. വഴിയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഭാഷ അറിയാത്ത നാടാകുമ്പോഴേക്കും നമ്മൾ പരമാവധി കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കാറ്. പെട്ടെന്ന് നമുക്കിനും ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ എല്ലാത്തിനും പൊതുവേ എനിക്ക് പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അറൂക്കാസിൽ പക്ഷേ അത്രയും പ്രൈസുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. ഇവിടെ ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. അത്യാവശ്യം കുത്തനെയുള്ള ചെരുവാണ്, പിടിച്ചിറങ്ങി പോകണം. അപ്പോൾ
ഇതും ഒരു കടക്കി പറഞ്ഞൊരു എക്സസൈസ് ആയിട്ടിരിക്കട്ടെ, കാർഡിയോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകുമ്പം അങ്ങനെ ഒരു ബോറടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇപ്പം എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യത്തുമില്ല. അപ്പം നമ്മൾ തന്നെ പോകുന്നത് തോന്നുന്നില്ല, കാരണം നിറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ആ രീതിയിൽ അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല കേട്ടോ. അപ്പം അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. നല്ല രസമുള്ള പൂവല്ലേ നോക്കിയേ, ഇഷ്ടം പോലെ പൂക്കളാണ്. ഓൾമോസ്റ്റ് 1 hour വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നാണ് തെഹേഡയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോക്ക് കാണാമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകൂടി കൊണ്ട് നിർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ പമ്പ് ചെയ്യണത്. നമ്മളിടയ്ക്ക് കറക്റ്റ് പമ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് സപ്ലൈ സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബുഫേ കഴിച്ചെങ്കിലും നമ്മുടെ കയ്യിൽ ഞാനൊരു പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലഞ്ച് ടൈം ആയില്ല, അപ്പോൾ ഒന്നും കഴിക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് പഴം എടുത്തത്. ഇനി അവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകും. ഇനിയുണ്ട് ഒരു 20 മിനിറ്റ് കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവിടെ. ബുഫേ കഴിച്ച് ശരിക്കും വയറ് നിറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പഴം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമുണ്ട് കയ്യിൽ, ലഞ്ച് ടൈം ആയല്ലോ, അപ്പോൾ ഒന്നും കഴിക്കാതിരിക്കേണ്ട എന്നുള്ള എല്ലാ മീലും നമ്മൾ കറക്റ്റായിട്ട് കഴിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു 100 days ചലഞ്ചിലെ കാര്യം. ചലഞ്ചൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽപ്പുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ പരമാവധി പറ്റുന്ന പോലെ കരുതുന്നുണ്ട്. നമ്മുടെ ബസ് വന്നു. ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോപ്പിൽ മിക്ക സ്ഥലത്തും പോക്കറ്റടിയും മോഷണമൊക്കെ ഉണ്ട്. പക്ഷേ സ്പെയിനിൽ അങ്ങനെ ഉണ്ടെങ്കിലും സ്പെയിനിൻ്റെ പാർട്ടായിട്ടുള്ള ഈ ഐലൻഡിൽ അങ്ങനെയില്ല കേട്ടോ, ഗ്രാൻ കനാറിയയിൽ. കാരണം ഇതൊരു ഐലൻഡാണ്, ഇവിടെ ഓടിയാലും കടലിൻ്റെ തീരം വരെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ പോലീസൊക്കെ എപ്പോഴും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എപ്പോഴും അവർ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കും, റൗണ്ട്സ് എടുക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. മോഷ്ടിച്ചാലും സാധനം തിരിച്ചു കിട്ടിക്കോളും, സേഫാണെന്നുള്ളൊരു പൊതുവെ അങ്ങനെ പറയുന്നുണ്ട്. ഇനിയും ഒരു 13 മിനിറ്റ് കൂടി ഉണ്ട്. അവിടെ ചെന്നിട്ട് അവിടുന്ന് പിന്നെ തേടയിലോട്ടാണ് നമ്മൾ അടുത്ത ബസ് കയറണം എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ സോളോ ട്രിപ്പല്ലേ. എല്ലാവരും വിചാരിക്കും എന്തിനും ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് കൂട്ടുന്നത്. പക്ഷേ എനിക്ക് തന്നെ ചില സമയത്ത് നമ്മളവൻ പറയുമ്പോൾ ഇച്ചിരി അഹങ്കാരമാവുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് തന്നെ എന്നോട് മതിപ്പ് തോന്നുന്നുണ്ട്. ഇപ്പോൾ പല സാഹചര്യങ്ങളും ഇങ്ങനെ അതിജീവിച്ച് വരുമ്പോഴേ എന്തോ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. സോ ഫാർ എല്ലാം ഗുഡായിട്ട് പോകുന്നു. അപ്പം പറ്റുന്ന പോലെ പരമാവധി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, ക്ലിപ്പ് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സേവായി കിടക്കുമ്പോൾ ഫ്യൂച്ചറിൽ കണ്ട് സന്തോഷിക്കാമല്ലോ. ബസ്സിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നവരെല്ലാം ക്യൂ നിൽക്കുവാണ്. ബസ് യാത്ര അടിപൊളിയാട്ടോ. പിള്ളേര് നല്ല അടിച്ചു പൊളിച്ചാണ് സ്കൂൾ വിട്ട് പോകുന്നതാണ്. ബസ്സിലിരുന്ന് ഉറക്ക പാട്ടൊക്കെ പാടി ഡ്രൈവറൊക്കെ പറയണം, എല്ലാവരും cheer ചെയ്യണു. രസമുണ്ട്. ഭയങ്കര വലിയ മലയാണ്, ഭയങ്കര വലിയ മലകളും വളവും തിരിവും ഒക്കെ. അതായത് നമ്മൾ ഹൈ റേഞ്ചിലുള്ളവർക്കറിയാം, ശാന്തപ്പാറ, പൂപ്പാറ അങ്ങനെ ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളൊരു പ്രഷറുണ്ടല്ലോ, തലയ്ക്കൊക്കെ ഒരു ഹെവിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ സന്നദ്ധയിൽ ചെന്നിട്ട് തെഹേഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കാണാമെന്നായിരുന്നു ഓർത്തത്. പക്ഷേ യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര പാടാണ്. അതായത് ആക്ച്വലി ഇത് എൻ്റെ ഒരു ചോയ്സ് അല്ല, എൻ്റെ ഒരു ടേസ്റ്റ് അല്ല. അതുകൊണ്ട് പ്ലാൻ ചേഞ്ച് ചെയ്തു. അവിടെ ചെന്ന് സന്നദ്ധയിൽ ചെന്നിട്ട് തിരിച്ച് സാൻഡൽമോയ്ക്ക് തന്നെ പോവുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതുപോലെ ഹെക്ടിക് ട്രിപ്പ് എടുത്തിട്ട്. ഭയങ്കര വളവും തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഛർദ്ദിക്കാൻ വരുന്നവരെയൊക്കെ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഹൈ റേഞ്ചിലാണ് നമ്മൾ പോകണേലും എത്ര യാത്ര ചെയ്താലും ഭയങ്കര വളവും തിരിവൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും ഹൈ റേഞ്ചിൽ നല്ല വലിയ വഴികളിലൂടെയൊക്കെ പോകുന്ന പോലെ തന്നെ. ഇതിലും ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ നോർവേയിലൂടെയുള്ള യാത്ര. അത് ലാൻഡ്സ്കേപ്പൊക്കെ നല്ല രസമാണ്. ഇതും കുഴപ്പമില്ല, ഫുള്ള് കറ്റാർവാഴയാണ് എന്നാണോ, പക്ഷെ എന്നാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കുന്നും മലയും കയറി വരുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ഇനിയിപ്പോൾ ബസ് സ്റ്റോപ്പ് എത്തണം, എന്നിട്ട് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് സ്ഥലത്തേക്ക് പോകണം. എൻ്റെ അപ്പച്ചി ഒട്ടും വയ്യ. അങ്ങനെ അപ്പോൾ എപ്പോഴും നമ്മുടെ പ്ലാൻ സക്സസ് ആയിരിക്കണം എന്നൊന്നുമില്ല, ഇപ്പോൾ സംഭവിച്ച പോലെ. എന്താണേലും ഇനി ഇവിടുന്ന് നേരെ അവർ പറഞ്ഞ ബസ് വരുമ്പോഴേക്കും കയറിയിട്ട് തിരിച്ചങ്ങോട്ട് പോവാം.
അയ്യോ എനിക്ക് പറ്റത്തില്ല. നമ്മൾ നോർവേയിലൊക്കെ ഇതുപോലെ നല്ല മലകളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും അങ്ങനെ സിക്കടിക്കുന്നൊരു ഫീൽ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ബസ്സിൽ വന്നിട്ടാണോ എന്ന് അറിയത്തില്ല, എന്താണേലും ഒരു സുഖം തോന്നിയില്ല. ഒലീവാന്ന് തോന്നുന്നു, ഇവിടുത്തെ ലോക്കൽ ഒലീവ് ആട്ടോ ഈ കാണുന്നത്. നല്ല നല്ല രസമായിട്ടുണ്ട്. താങ്ക് യു. അടുത്തതിന് 3:30 ഒരു ബസ്സുണ്ട്, പിന്നെ 4 o'clock ബസ്സുണ്ടെന്ന് പറഞ്ഞാൽ സാൻഡൽമോയ്ക്ക്. അപ്പം വിചാരിച്ച് ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. നല്ല രസമുള്ള കളറല്ലേ. ഗെയിമില്ല, ഫുള്ള് ടയർഡായി. അപ്പോൾ വിചാരിച്ചു ഇവരുടെ അടുത്ത് വന്നിട്ട് ആ സംഭവം ഉണ്ടെന്ന് ചോദിച്ചു, പക്ഷെ അവരുടെ അടുത്തില്ല. എന്നാൽ സീ ഫുഡ് സൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കുടിക്കാം. പിന്നെ ഒരു ഇച്ചിരി ഗ്യാസുള്ളൊരു സാധനം കൊടുത്തു കുടിച്ചിട്ട് നമുക്ക് വേഗം വീട്ടിൽ പോകാം, അല്ല റൂമിൽ പോകാം. സീ ഫുഡ് സൂപ്പ് എത്തിയിട്ടുണ്ട്, കൊള്ളാം. ഇവിടെ ഒരു ഐസ് ക്യൂബും നാരങ്ങയും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ, എന്തിനായിരിക്കും എന്ന്. ഇതിനകത്ത് വല്ല നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാനാണെന്ന് പറഞ്ഞല്ല, നിനക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് അതിലോട്ട് ഒഴിക്കാൻ കൊണ്ടുവച്ചതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല മണമാണ്, നല്ലതാണ്. ഒരു ഫിഷ് സൂപ്പും ഒരു സ്പാർക്ലിംഗ് ഡ്രിങ്കും ആയിട്ട് നമ്മുടെ അടുത്ത ദിവസമാണ്. അപ്പം അതിന് 8.90 അത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും സെറ്റായി. നല്ല രസമല്ലേ ഈ പൂ കാണാനായിട്ട്. കണ്ടു കഴിയും പ്ലാസ്റ്റിക് പോലെ ഇരിക്കും, നല്ല ഭംഗിയുള്ള. ഇത്രയും വലിയൊരു മരത്തിലെ പൂവാട്ടോ അത്. കണ്ട ഒറിജിനൽ പോലെയുണ്ട്, പക്ഷെ ഇത് നൈറ്റിൽ ലൈറ്റ് കത്തുന്ന സെറ്റപ്പാണ്. നല്ല ഭംഗിയല്ലേ. നമ്മൾ ഇറ്റലി പോയപ്പം ഒലിവ് മരം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിറച്ച് ഒലിവ് ഉണ്ടായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. ഇത് പച്ച ഒലിവ്. അതിനിപ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബ്രൗൺ കളർ ആവുമോ? മൂത്ത് കഴിയുമ്പോൾ ആകുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ടോ? പക്ഷെ നിറച്ചുണ്ടായി തുറ്റുണ്ടായി നിൽക്കുവാണ്. എന്തോ രസം കാണാൻ. ഭയങ്കര കിടിലിനാന്ന് കരുതി കടിച്ചതാ. കാട്ടുഞാവൽപ്പഴമല്ലേ, ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ഒരു കറുത്തൊലിവ് കടിച്ചപ്പം സോഫ്റ്റ് ആയിരുന്നു. എന്നിട്ടൊരു ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ചുവയാണ് കിട്ടിയത്. പിന്നെ ഗ്രീനും അങ്ങനെ തന്നെ, പക്ഷെ എന്നാലും ഭയങ്കര കയ്പ്പാണേ. ഏരിയ ഫുള്ള് മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഫുള്ള് ക്ലിഫുകളായിട്ട്. മലയിലാണെന്ന് അറിയത്തില്ല, പക്ഷേ റോഡ് പണിക്കൊക്കെ വേണ്ടി കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന പോലെ. ഓരോ സൈഡിലോട്ടും ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പ് ആട്ടോ. നമ്മളെ പോയോടും പോലെയല്ല ഇങ്ങോട്ടേക്ക്. മൊത്തത്തിൽ പറഞ്ഞത് 2 ആഴ്ചയെങ്കിലും വേണം ഇവിടെ മുഴുവനൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇറങ്ങി നമ്മൾ രാവിലെ വന്ന സെയിം സ്ഥലത്ത് തിരിച്ച് കയറി പോകാൻ പോവാട്ടോ. നമുക്ക് ഫിൻലൻഡിൽ സാറ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നല്ല കളക്ഷൻ, നല്ല ഫാഷനബിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇച്ചാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. പിള്ളേർക്ക് അവർ പറഞ്ഞ സൂത്രം മേടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഇറങ്ങി പോകട്ടോ. നല്ല രാത്രിയായിട്ടുണ്ട്. ഒന്നുകിൽ ഒരു 1.5 കിലോമീറ്റർ നടന്നു പോകാം, അല്ലെങ്കിൽ ബസ് എടുത്ത് പോകാം. നടന്നു പോകാമെന്ന് വിചാരിച്ചു. മാള് കിടന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് ഈ സെഫോറയുടെ കാര്യമായിരുന്നു. അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ഷോപ്പിൽ കയറിയതാട്ടോ. ശരിക്കും കാലും എടുത്ത്. അപ്പോൾ വിചാരിച്ചു ഒരു പാഴ്സൽ ചീസ് കേക്ക് എടുത്തുകൊണ്ട് പോകാമെന്ന്. അപ്പം ഇതാണ് ചീസ് കേക്ക്. ചോക്ലേറ്റ് ഇല്ല, എങ്കിലും അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു കോമഡി പറയട്ടെ, പാഴ്സൽ എടുത്തിറങ്ങാൻ നേരത്ത് അവർ പറഞ്ഞു ഞാൻ നടന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും ഇത് മെൽറ്റായി പോകുന്നു. അപ്പോൾ അവരെനിക്കൊരു സ്പൂൺ തന്നു, നീ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈവ് മ്യൂസിക് പ്രോഗ്രാം ആട്ടോ. ബാൻഡ് സെറ്റും എന്തൊക്കെയോ ഉണ്ട് ഇന്നിപ്പോൾ രാത്രിയിൽ. പോയിട്ട് പറ്റുവാണെങ്കിൽ വരാം.
7:15 ഭയങ്കര ഒരു നൈറ്റ് ലൈഫ്. ഇന്നലെ കണ്ട കട ഇന്ന് കാണുന്നില്ല. ഒരു ചൈന ഷോപ്പിൽ കയറിയതാ. ഇത് ചൈനയിൽ ചെന്ന പോലത്തെ അവസ്ഥ. മതിയായ ഭയങ്കരമുള്ള സ്ഥലം. എവിടെയൊക്കെ ഇഷ്ടംപോലെ ഈ സംഭവങ്ങളുണ്ടായിരുന്നോ ദൈവമേ മതി. അവിടെ ഇത്ര 3 യൂറോ കൊടുത്ത് മേടിച്ച സാധനത്തിന് ഇവിടെ 1.95. പലയിടത്തും പല വിലകളാണേ. 59 സെൻറ്റൊക്കെ ഉള്ളൂ ലെറ്റേഴ്സിന്. ഡെക്കറേഷനൊക്കെ എല്ലാത്തിനും ഇവിടെ പ്രൈസ് കുറവാട്ടോ. അയ്യോ, എന്തൊരു ടയറുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മടുത്തുപോയി എൻ്റെ പൊന്നേ. റൂം സർവീസ് എല്ലാ ദിവസവും ഉണ്ട്. എൻ്റെ അമ്മേ ശരിക്കും മടുത്തു. അയ്യോ, ഇനിയിപ്പോൾ ഒരു കുളി കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിച്ച് കയറി കിടന്നൊരുറക്കം. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള സിറ്റി ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. രാത്രിയിലാണ് ഇവിടെ തിരക്കൊക്കെ കൂടുതൽ. എല്ലാവിധ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ടയേർഡായതുകൊണ്ട് നമ്മൾ കിടക്കാൻ പോവാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ബെല്ല് ഇവിടെ കെട്ടിത്തൂക്കിയത് കേട്ടോ. ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ തണുപ്പിനകത്ത് കയറിയപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാനുള്ളൊരു ഫീല്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഡിന്നർ ഒത്തിരി ഹെവി ആക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് അല്ലെങ്കിൽ കൂടുതലാണ് പമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.